ശ്രീ എൻ ലാൽകുമാർ, എന്തൊക്കെയാണ് ഇന്നത്തെ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിലൂടെ അൻവർ കോൺഗ്രസിലും യു ഡി എഫിലും ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ ഭൂകമ്പം? വേണു, ആദ്യത്തെ സ്ട്രെച്ചിൽ എനിക്ക് പ്രോപ്പറായിട്ടത് പറയാൻ പറ്റിയില്ല. എനിക്കത് സമയം കിട്ടിയില്ല. ഞാൻ ഈ സ്ട്രെച്ചിൽ അതങ്ങ് പറയാമെന്ന് വിചാരിക്കുന്നു. എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന അൻവർ യു ഡി എഫിൽ ചേക്കേറാൻ ശ്രമിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ യു ഡി എഫിന് അൻവറിനെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു പ്രാധാന്യം അർഹിക്കുന്നൊരു ചോദ്യമുണ്ട്. യു ഡി എഫ് നേതാക്കൾ അൻവറിൻ്റെ പുറകെ നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിലമ്പൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചർച്ചകൾ, മീഡിയ വൺ അടക്കമുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ അൻവർ ഈസ് എബവ് കോൺഗ്രസ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. കാര്യം അൻവർ കോൺഗ്രസിനെക്കാട്ടിലും ശക്തനായി നിലമ്പൂരിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അൻവർ ഇന്ന് പറയുകയാണ്, ഞാൻ കാല് പിടിച്ചു എന്നുള്ള ചോദ്യം. ആരുടെ കാല് പിടിച്ചു? അദ്ദേഹം ഇപ്പം എതിർത്തിട്ടുള്ള ആൾക്കാരുടെ കാല് പിടിച്ചു. അത് വ്യക്തമല്ലേ? വി ഡി സതീശനോട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് പ്രോപ്പർ അല്ല എന്ന് പറയുന്നു. നോക്കൂ, അവരുടെ റെസ്പോൺസ് പ്രോപ്പർ ആയാലും പ്രോപ്പർ ആയില്ലേലും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല. പക്ഷേ ഒരു ഇമ്പാർഷ്യൽ ഒബ്സർവർ എന്നുള്ള രീതിയിൽ നമ്മൾക്കിതിനെ കാണുമ്പം അദ്ദേഹം കാല് പിടിച്ചു അല്ലെങ്കിൽ വീണ്ടും ചവിട്ടുകയാണ്. ഇതിനകത്ത് ആരാ ചവിട്ടാൻ സാധ്യത? നോക്കൂ, കെ മുരളീധരന് അങ്ങനെ 2-3 പേരാണ് ഇവിടെ രാഷ്ട്രീയം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലേ? കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു, യു ഡി എഫിനോട് നിൽക്കുന്ന ആർക്കും അനാഥപ്പെടേണ്ട ഒരവസ്ഥ വരില്ല, അനാഥരാകില്ല. കെ സി വേണുഗോപാൽ അതിനകത്ത് ഇടപെടുന്നേ ഇല്ലെന്ന് പറയുന്നു. കെ സി വേണുഗോപാലിനെ പുകഴ്ത്തി അൻവർ സംസാരിക്കുന്നു. ഇതിനകത്ത് എതിര് നിൽക്കുന്നത് വി ഡി സതീശൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ചവിട്ടിയിരിക്കുന്ന വി ഡി സതീശനാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇനിയിപ്പം എനിക്ക് തോന്നുന്നില്ല ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ പോയി പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെന്ന്. അത് വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ. ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വി ഡി സതീശന് അദ്ദേഹത്തിനെ അവിടോട്ട് എടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം. കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ പറയുന്നത്, ഇപ്പം മുരളീധരൻ പറയുന്ന അനാഥമാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മുരളീധരന് ഇദ്ദേഹത്തെ അകത്ത് കൊണ്ടുവരണം എന്നുള്ള താല്പര്യം കാണും. അതുകൊണ്ടല്ലേ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഈ പറയുന്ന അൻവറിന് പുറകെ കോൺഗ്രസോ യു ഡി എഫോ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം മുസ്ലിം ലീഗ് അദ്ദേഹത്തെ അമിക്കബിളി സെറ്റിൽ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. തിരുവമ്പാടി സീറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇതൊന്നും എ കെ സെൻറ്ററിൽ നടന്ന ചർച്ചകളല്ലല്ലോ, അല്ലേ? അപ്പം ചുരുക്കത്തിൽ നമുക്ക് വളരെ കാണാൻ കഴിയുന്നൊരു കാര്യം, അൻവറിനെ ഇവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ അൻവറിനെ ആവശ്യമുണ്ട്. എന്തിനാവശ്യമുണ്ട്? അവർക്ക് കോൺഗ്രസിന് ജയിക്കാനായിട്ടുള്ള ആവശ്യമുണ്ട്. യു ഡി എഫിന് എൽ ഡി എഫിൽ നിന്ന് പോയ ഒരാൾ, നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്, ആ പൊളിറ്റിക്കൽ ഇക്വേഷൻ മനസ്സിലാക്കണം. എൽ ഡി എഫിൽ നിന്ന് പോയ ഒരാൾ ഒരു സ്വതന്ത്രനായി നിന്നാൽ പോലും യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ വോട്ട് പിടിച്ചുകൊണ്ട് പോയി യു ഡി എഫ് ജയിക്കണ്ടേ? അൻവറിനെ പൂർണ്ണമായി ഇവർ തടഞ്ഞ ശേഷം അൻവർ സ്വതന്ത്രനായി മത്സരിച്ചോട്ട്, അൻവറിനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ മൊത്തം യു ഡി എഫ് വോട്ട് പിടിച്ചുകൊണ്ട് എൽ ഡി എഫ് വോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. യു ഡി എഫ് വളരെ നല്ല മാർജിനിൽ ജയിക്കുന്നു. അപ്പോഴും യു ഡി എഫ് എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത്? സംഭവം വളരെ സിമ്പിളാണ്. അൻവർ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്ന വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടാണെന്ന് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ടാണെന്ന് യു ഡി എഫിന് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് ഇത് ഇവരുടെ പുറകെ നടക്കേണ്ട കാര്യം എന്താ? അൻവർ ഇപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അവിടെ നിൽക്കുമോ നിൽക്കാതിരിക്കുമോ എന്നുള്ളതൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ യു ഡി എഫിന് അൻവർ ഒരു സ്വതന്ത്രനായി നിൽക്കരുത് എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതെന്തിനാ അങ്ങനെ ഒരു ആഗ്രഹം? അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, യു ഡി എഫ് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ്, അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു പെനൾട്ടിമേറ്റ് സാധനമാണല്ലോ, അതിൽ അവർക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അൻവറിൻ്റെ പ്രസൻസ് അവരെ ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലീഗ് അവരുടെ പുറകെ നടക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ബാക്കിയുള്ളവരെല്ലാം അൻവറിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളപ്പോൾ പോലും സതീശന് താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു വർഷം. അടുത്ത രണ്ട് മെയിനായിട്ട് വരുന്ന ഒരു പോയിന്റ് അൻവറിൻ്റെ ഡിമാൻഡ് എന്താണെന്നുള്ളതാണ്. നോക്കൂ, അൻവർ ജോയിയുടെ പേര് പറഞ്ഞതും അല്ലെങ്കിൽ മറ്റേ ആളെ എതിർക്കുന്നതും അൻവറിന് അവിടെ മത്സരിക്കാനുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. നോക്കൂ, അടുത്ത ഈ ഒരു ഉദാഹരണം, കോൺഗ്രസ് അവിടെ ജയിക്കുക, ഏതെങ്കിലും തരത്തിൽ നിലമ്പൂർ സീറ്റ് അടുത്ത പ്രാവശ്യം ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒഴിഞ്ഞു കൊടുക്കുമോ? അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ വേറെ ഒരു മണ്ഡലത്തിലും ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത ഒരാളാണ് അൻവർ. അൻവറിന് നിലമ്പൂരില്ലെങ്കിൽ അൻവറില്ല, വേറെ ഒരു മണ്ഡലത്തിലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് തന്നെ അൻവറിന് വേണ്ടത് നിലമ്പൂരാണ്. അതിനുള്ള തത്രപ്പാടാണ് അദ്ദേഹം ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തത്രപ്പാടിനകത്തൊക്കെ വി ഡി സതീശൻ ഒന്നും വീഴുന്നില്ലായിരിക്കാം, അല്ലെ ലീഗിന് താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം താങ്കൾ പറഞ്ഞ ചോദ്യം വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിനകത്തൊരു പ്രശ്നമുണ്ടോ? ഇവർക്കൊരു പ്രശ്നം ഉണ്ട്.
UDF സംബന്ധിച്ചിടത്തോളം UDF അത് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ അടുത്ത വന്ന ഒരു പ്രശ്നം എന്താ? LDF സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതാണ്. എന്തിനാ ഇങ്ങനെ UDF സ്ഥാനാർത്ഥി വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഏതൊക്കെ ഒരു നേതാവിന് ഇതുവരെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണമെന്ന് ചോദിക്കാൻ പോലും പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള തല്ല് തീർന്നിട്ടില്ല, അടുത്ത വോട്ട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു വലിയ സ്വീപ്പിംഗ് അഡ്വാൻറ്റേജ് കിട്ടി എന്നുള്ളൊരു ധാരണയൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂ. ആ പ്രഖ്യാപിച്ചത് തന്നെ ഞാൻ പറയുന്നു, ഈ UDF സ്ഥാനാർത്ഥിയെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിച്ചത് തന്നെ സത്യത്തിൽ VD സതീശൻ അൻവറിനെ ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കളി തന്നെയാണ്. അത് വളരെ വ്യക്തമാണ്. തിരുവമ്പാടിയിലേക്ക് അൻവർ പോകുന്ന എന്തിനാ? അൻവർ അതിലേക്ക് പോവുകയാണെങ്കിൽ അൻവർ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനൊക്കെ പറഞ്ഞത് രാജിവെച്ച് അദ്ദേഹം ലീഗിൽ ചേരും. അല്ലെങ്കിൽ ലീഗ് ഇതിനകത്ത് വലിയ പണിയെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ലീഗിൽ പോയി അവിടെ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോവുക. തൃണമൂൽ കോൺഗ്രസിലൊന്നും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ ആ പടം 4, 3, 7 പേരേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും വലിയ ആൾ അൻവറാണ്. ആ അവസ്ഥയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് സതീശൻ്റെ ഈ പറയുന്ന ഏകാധിപത്യപരമായ ഒരു നയം അദ്ദേഹം എടുത്താലും എടുത്തില്ലേലും നമ്മൾ ബാധിക്കുന്നതല്ലെങ്കിലും, പക്ഷേ അതിനകത്ത് കോൺഗ്രസിനകത്തൊരു പ്രശ്നമുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, കുറെ നാളുകൾക്ക് മുമ്പായിട്ട് തന്നെ തുടങ്ങുന്നതാണ്. സുധാകരനെ ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, പല സന്ദർഭങ്ങളിലും കണ്ടു. ഏകപക്ഷീയമായ നിലപാടെടുത്ത് മുന്നോട്ട് നീങ്ങുന്നതിൽ കോൺഗ്രസിന് വ്യക്തമായ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. ആ കെ മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ അനാഥമാകത്തില്ല, പക്ഷേ എന്നെ അനാഥമാക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് അൻവർ മറുപടി പറയുന്ന VD സതീശന്റെ പേരുമാണ്. അത്രയോ.